നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഇംഗ്ലീഷോ മലയാളമോ മറ്റു ഭാഷകളോ അറിയില്ല. പ്രപഞ്ചത്തിന് അറിയാവുന്നത് ഒരേ ഒരു ഭാഷയാണ്. ആ ഭാഷയാണ് വൈബ്രേഷൻ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന തരംഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഓഷോ പറയുമായിരുന്നു, നീയൊരു സംഗീത ഉപകരണമാണെന്ന്. അതിൽ നീ എന്ത് രാഗമാണോ മിട്ടുന്നത്, അതേ രാഗം പ്രപഞ്ചം ഏറ്റുപാടുമെന്ന്. ക്വാണ്ടം ഫിസിക്സും ഇത് ശരിവെക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ചിന്തകളെക്കാൾ 5000 മടങ്ങ് ശക്തമായ കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് ചിന്തിച്ചാൽ മാത്രം പോരാ, അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന വികാരം നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും വേണം. മലനിരകൾക്കിടയിൽ നിന്ന് എനിക്ക് വെറുപ്പാണ് എന്ന് വിളിച്ചു പറഞ്ഞ മുല്ല നസറുദ്ദീന് മല തിരിച്ചു നൽകിയതും അതേ വെറുപ്പാണ്. എന്നാൽ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ സ്നേഹം തിരിച്ചു വന്നു. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മുടെ തന്നെ ആന്തരിക വൈബ്രേഷന്റെ പ്രതിധ്വനി മാത്രമാണ്. അഷ്ടവക്രഗീത നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷിഭാവമാണ്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളോട് നമ്മൾ പൊരുതരുത്, പകരം അവയെ വെറുതെ നോക്കിയിരിക്കുക. ആ മൗനത്തിൽ നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി തനിയെ ഒന്നാകും. ഒന്നറിയുക, മൗനമാണ് ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ. ഈ ബോധത്തോടെ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യാം നമുക്ക്. പ്രിയമുള്ളവരെ, നമസ്കാരം. നിങ്ങളിലെ ആ പരമമായ ചൈതന്യത്തെ, ആ ദിവ്യബോധത്തെ ഞാൻ വന്ദിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സൊരു കാന്തമാണെന്നും നമ്മുടെ ആഗ്രഹങ്ങളെ ആസക്തിയില്ലാതെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണമെന്നുമാണ്. എന്നാൽ ഇന്ന് ഈ 3ാം ഭാഗത്ത് നമ്മളൊരു പടി കൂടി മുകളിലേക്ക് വയ്ക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈബ്രേഷൻ അഥവാ തരംഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ടാകും, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഫലം ലഭിക്കാത്തതെന്ന്. അതിനുത്തരമെന്നത് ഈ പ്രപഞ്ചത്തിന് വാക്കുകളോ ഭാഷകളോ അറിയില്ല എന്നതാണ്. പ്രപഞ്ചത്തിന് ആകപ്പാടെ അറിയാവുന്നത് തരംഗങ്ങളുടെ ഭാഷ മാത്രമാണ്. മഹാനായ ഓഷോയുടെ അതിമനോഹരമായ ഒരു ദർശനമുണ്ട്. അതിങ്ങനെയാണ്, ഈ പ്രപഞ്ചം ഒരു വലിയ ഓർക്കസ്ട്രയാണ്, നീ അതിലെ ഒരു സംഗീത ഉപകരണവുമാണെന്ന്. നമ്മളൊരു വീണയാണെന്ന് സങ്കല്പിച്ചാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണ് ആ വീണയുടെ തന്ത്രികളെന്നത്. നമ്മൾ ആ വീണയിൽ ദാരിദ്ര്യത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ തരംഗമാണ് മീട്ടുന്നതെങ്കിൽ പ്രപഞ്ചം ആ രാഗം ഏറ്റുപാടുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സങ്കടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ നമ്മൾ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും രാഗമാണ് മീട്ടുന്നതെങ്കിൽ പ്രപഞ്ചം ആ സംഗീതത്തെ കോടിക്കണക്കിന് മടങ്ങായി നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറുമൊരു പോസിറ്റീവ് ചിന്തയല്ല, മറിച്ച് അത് നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ വൈബ്രേഷനുമായി അലൈൻ ചെയ്യുന്ന വിദ്യയാണ്. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യണം. 93.5 FM കേൾക്കണമെങ്കിൽ നമ്മൾ 104-ൽ ട്യൂൺ ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ സമൃദ്ധി വേണമെങ്കിൽ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യണം. ഇത് വെറുമൊരു ആത്മീയ സംസാരമല്ല നമ്മൾ നടത്തുന്നത്. ഇതിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ ലോകത്തുള്ള സകലതും നമ്മളിരിക്കുന്ന ഈ കസേരയോ അല്ലെങ്കിൽ മറ്റ് എല്ലാ വസ്തുക്കളും തന്നെ, അതുപോലെ ഈ ശരീരവും ആകാശവുമെല്ലാം സത്യത്തിൽ ഖരരൂപത്തിലുള്ള ഒന്നല്ല എന്നാണ്. മറിച്ച് അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ തരംഗങ്ങളാണ്. നമ്മളൊരു ചിന്തിക്കുമ്പോൾ തന്നെ
നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. നമ്മളൊരു വികാരം അനുഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് അതിയായ സന്തോഷമോ അല്ലെങ്കിൽ നന്ദിയോ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അതിശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രപഞ്ചം ഈ തരംഗങ്ങളെ തിരിച്ചറിയുകയും അതിന് സമാനമായ സാഹചര്യങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ വാക്കുകളല്ല മാറ്റേണ്ടത്, പകരം നമുക്കുള്ളിലെ ഈ ആന്തരിക സ്പന്ദനങ്ങളാണ് മാറ്റേണ്ടത്. നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത ബോധോദയം എന്നാൽ മറ്റൊന്നുമല്ല, അത് നമ്മുടെ വ്യക്തിപരമായ വൈബ്രേഷനെ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വൈബ്രേഷനുമായി ഒന്നാക്കുക എന്നതാണ്. അബോധാവസ്ഥയിൽ നമ്മൾ താഴ്ന്ന തരംഗങ്ങളിൽ, അതായത് ഭയം, ദേഷ്യം, അസൂയ എന്നിവ പോലുള്ള സ്പന്ദനങ്ങളിലാണ് ജീവിക്കുന്നത്. എന്നാൽ ബോധമുണരുമ്പോൾ നമ്മൾ ഉയർന്ന തരംഗങ്ങളിലേക്ക്, അതായത് സ്നേഹം, കരുണ, കൃതജ്ഞതയെല്ലാം നമ്മിൽ ഉയരും. നമ്മുടെ ഈ യാത്രയിൽ എങ്ങനെ നമ്മുടെ വൈബ്രേഷനെ ബോധപൂർവം ഉയർത്താമെന്ന് നമ്മൾ ഇനി പഠിക്കും. വൈബ്രേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചമെന്നത് വലിയൊരു പ്രതിധ്വനി ചേംബറാണെന്നാണ്. നമ്മൾ എന്തു കൊടുക്കുന്നുവോ അത് തിരിച്ചു വരും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുല്ല നസറുദ്ദീനെയാണ്. മുല്ലയുടെ ജീവിതത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയൊരു രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ മുല്ല നസറുദ്ദീൻ വലിയൊരു മലനിരകൾക്കരികിലൂടെ നടക്കുകയായിരുന്നു. വിജനമായ സ്ഥലമാണ്. മുല്ലയ്ക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. പെട്ടെന്ന് മലനിരകളിൽ നിന്ന് ആ ശബ്ദം തിരിച്ചു വന്നു, വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണെന്ന്. മുല്ല പേടിച്ചുപോയി. അയാൾ കരുതി ആരോ തന്നെ വെല്ലുവിളിക്കുകയാണെന്ന്. അയാൾ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരാണ്? മല തിരിച്ചു ചോദിച്ചു, ആരാണ്, ആരാണ്, ആരാണെന്ന്. മുല്ലയ്ക്ക് അവിടെ ദേഷ്യം കൂടിയിട്ടോ. അയാൾ അലറി, നീ ഒരു ഭീരുവാണ്. മല തിരിച്ചു പറഞ്ഞു, ഭീരുവാണ്, ഭീരുവാണ്, ഭീരുവാണെന്ന്. മുല്ല ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. മുല്ല ഒരു ജ്ഞാനിയുടെ അടുത്തെത്തി. മുല്ല പറഞ്ഞു, ആ മലനിരകളിൽ നിന്ന് ആരോ എന്നെ ചീത്ത വിളിക്കുന്നു, ഭീരു എന്ന് വിളിക്കുന്നു എന്ന്. ജ്ഞാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുല്ല, നീ തിരിച്ചുപോയി സ്നേഹത്തോടെ ഒന്ന് വിളിച്ചു നോക്കൂ എന്ന്. മുല്ല തിരിച്ചു ചെന്നു. പേടിയോടെയാണെങ്കിലും അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അത്ഭുതം! മലനിരകൾ അത് തിരിച്ചു പാടി, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നുവെന്ന്. മുല്ല അന്ന് ആ വലിയ സത്യം മനസ്സിലാക്കി. മലയല്ല അവിടെ ശബ്ദമുണ്ടാക്കിയത്, തൻ്റെ തന്നെ ശബ്ദത്തെ മല പ്രതിഫലിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം. ഈ കഥയിൽ മുല്ല ചെയ്തത് എന്താണോ അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, അത് സാമ്പത്തികമായാലും ബന്ധങ്ങളായാലും, അതെല്ലാം നമ്മുടെ ആന്തരിക വൈബ്രേഷൻ്റെ പ്രതിധ്വനി മാത്രമാണ്. എനിക്ക് പണമില്ല എന്ന് പ്രപഞ്ചത്തിലേക്ക് വിളിച്ചു പറയുമ്പോൾ, അതായത് ആ ഫ്രീക്വൻസിയിൽ ചിന്തിക്കുമ്പോൾ, പ്രപഞ്ചം തിരിച്ചു പറയുന്നത് നിനക്ക് പണമില്ല, പണമില്ല, പണമില്ല എന്നാണ്. ഓഷോ പറയുമായിരുന്നു, ലോകം നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ലോകം നിങ്ങളെ ശരിവെക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ദരിദ്രനാണെന്ന് വിശ്വസിച്ചാൽ ലോകം അത് ശരിവെക്കും. നമ്മൾ ഭാഗ്യവാനാണെന്ന് വിശ്വസിച്ചാൽ ലോകം അതും ശരിവെക്കും. കാരണം മലയ്ക്ക് സ്വന്തമായി ശബ്ദമില്ല. നമ്മുടെ ശബ്ദത്തെ പെരുപ്പിച്ചു കാട്ടുക മാത്രമാണ് അതിൻ്റെ ജോലി. ഇതുതന്നെയാണ് പ്രപഞ്ചവും. നമ്മുടെ വൈബ്രേഷനാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്. പ്രിയമുള്ളവരെ,
നമ്മൾ പലപ്പോഴും ആഗ്രഹങ്ങൾക്കായി ഓടുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ അഭാവ ബോധത്തിലായിരിക്കും. എനിക്കില്ല, അതുകൊണ്ട് വേണമെന്ന ചിന്തയോടെയാണ് നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത്. എന്നാൽ അഷ്ടവക്ര ഗീത നമ്മെ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു, നീ സ്വതന്ത്രനാണെന്ന് വിശ്വസിച്ചാൽ നീ സ്വതന്ത്രനാണ്, നീ ബന്ധിതനാണെന്ന് വിശ്വസിച്ചാൽ നീ ബന്ധിതനാണ്, നിന്റെ വിശ്വാസമാണ് നിന്റെ ലോകം. ഇത് കേവലം ഒരു തത്വമല്ലോ, ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പരമമായ സത്യമെന്നത്. പലർക്കുമുള്ള സംശയമാണ്, എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ എൻ്റെ വൈബ്രേഷൻ താഴുന്നില്ലേ എന്ന്. അഷ്ടവക്രൻ ഇതിന് നൽകുന്ന പരിഹാരം സാക്ഷിഭാവമാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, മറിച്ച് നിങ്ങൾ ചിന്തകളെ നോക്കിക്കാണുന്ന ഒരു സാക്ഷിയാണെന്ന് തിരിച്ചറിയുകയെന്ന്. ഒരു പുഴയുടെ തീരത്തിരുന്ന് ആ പുഴ ഒഴുകുന്നത് നോക്കുന്ന ഒരാളെ പോലെ ആകണം നമ്മൾ. പുഴയിൽ മാലിന്യങ്ങൾ ഉണ്ടാകാം, തെളിനീറുണ്ടാകാം, പക്ഷെ നമ്മൾ ആ പുഴയല്ല. നമ്മുടെ ഉള്ളിൽ ദാരിദ്ര്യത്തിൻ്റെയോ ഭയത്തിൻ്റെയോ ചിന്തകൾ വരുമ്പോൾ അവയോട് പൊരുതരുത്. പകരം ഇതാ ഒരു ഭയത്തിൻ്റെ ചിന്ത പോകുന്നുവെന്ന് ശാന്തമായി നോക്കിയിരിക്കുക. നമ്മൾ ആ ചിന്തയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ആ ചിന്തയ്ക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയില്ല. ആ നിമിഷം നമ്മുടെ വൈബ്രേഷൻ തനിയെ ഉയരും. കാരണം ആത്മാവിൻ്റെ യഥാർത്ഥ വൈബ്രേഷൻ എന്നത് ആനന്ദമാണ്. ജനക മഹാരാജാവ് സർവ ഐശ്വര്യങ്ങളോടും കൂടി ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. അഷ്ടവക്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ശരീരമല്ല, നീ മനസ്സല്ല, നീ ശുദ്ധമായ ബോധമാണെന്ന്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എനിക്ക് പണം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ശരീരവും മനസ്സുമായി മാറുകയാണ് അവിടെ. എന്നാൽ അഷ്ടവക്രൻ പറഞ്ഞതുപോലെ ഞാൻ സമൃദ്ധിയാണെന്നുള്ള ബോധത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ എത്തിച്ചേരും. ഓഷോ പറയുമായിരുന്നു, അഷ്ടവക്രൻ ഒരു കണ്ണാടിയാണെന്ന്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിന്റെ യഥാർത്ഥ മുഖം, അതായത് നിന്റെ ദൈവികത നീ കാണുന്നുവെന്ന്. നമ്മൾ നമ്മിലെ ദൈവികത കാണുമ്പോൾ പ്രപഞ്ചം നമ്മുടെ ആജ്ഞാനുവർത്തിയായി മാറും. കാരണം അപ്പോൾ നമ്മളും പ്രപഞ്ചവും രണ്ടല്ല, ഒന്നാണ്. ഇന്നു മുതൽ ഒരു കാര്യം പരീക്ഷിക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിൽ എനിക്കില്ല എന്ന പരാതി വരുമ്പോൾ ഉടനെ അഷ്ടവക്രന്റെ വാക്കുകൾ ഓർക്കുക. ഞാൻ സാക്ഷിയാണ്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ ആ സങ്കടത്തെ നോക്കി ചിരിക്കുക. ഇതാ എൻ്റെ മനസ്സ് വീണ്ടും സങ്കടം എന്ന നാടകം കളിക്കുന്നു എന്ന് പറയുക. ഈ അവബോധം നമ്മുടെ വൈബ്രേഷനെ നിമിഷ നേരം കൊണ്ട് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റും. നമ്മളിവിടെ പോസിറ്റീവായി ഇരിക്കാൻ കഷ്ടപ്പെടേണ്ടതൊന്നുമില്ല. നെഗറ്റീവ് ചിന്തകളോട് സഹകരിക്കാതിരുന്നാൽ മാത്രം മതിയെന്നേ. ആ ശാന്തതയിൽ നിന്നാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. നിങ്ങൾ സാക്ഷി ഭാവത്തിലിരിക്കാൻ മാത്രം പരിശ്രമിക്കുക. ശരി, അതിനായി നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കാം. അവയെ തടയാൻ പാടില്ല, അവയോട് സംസാരിക്കുകയും അരുത്. ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ അവയെ നോക്കി നിൽക്കുക. ആ നോക്കി നിൽക്കുന്ന നിശബ്ദതയിൽ നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിൻ്റെ സംഗീതവുമായി ചേരുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കാം. ശേഷം ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഇതിൻ്റെ സമയക്രമമെല്ലാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വൈബ്രേഷനെ എങ്ങനെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ടാകാം,
ഞാൻ കോടീശ്വരനാണെന്ന് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ പണം ധാരാളമായി നമ്മിലേക്ക് വരുമെന്ന്. പ്രിയമുള്ളവരെ, പ്രപഞ്ചം കേൾക്കുന്നത് നമ്മുടെ ചിന്തകളെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മറിച്ച് നമ്മുടെ വികാരങ്ങളെയാണ്. തലച്ചോറൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഹൃദയമാണ് അതിനെ നമ്മിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കാന്തിക ശക്തി നൽകുന്നത്. നമ്മുടെ ചിന്ത എനിക്ക് പണം വേണം എന്നാണെങ്കിലും ഹൃദയത്തിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന പേടിയാണെങ്കിൽ ആ പേടിയുടെ വൈബ്രേഷനാണ് പ്രപഞ്ചം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. ഓഷോ എപ്പോഴും പറയാറുള്ള ഒരു സത്യമുണ്ട്: ചിന്തിക്കരുത്, അനുഭവിക്കണമെന്ന്. നമ്മളൊരു മനോഹരമായ വീട് ആഗ്രഹിക്കുന്നു എന്ന് കരുതിയാൽ ആ വീടിൻ്റെ ചിത്രം വെറുതെ കണ്ണടച്ചു കാണുന്നതിനേക്കാൾ പ്രധാനം ആ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ സുരക്ഷിതത്വം, ആ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുക എന്നതാണ്. ആ വികാരം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഭാഷയാണ്. ആ വികാരം പുറപ്പെടുവിക്കുന്ന തരംഗങ്ങൾക്ക് പ്രപഞ്ചത്തിലെ എന്തിനേയും ആകർഷിക്കാൻ കഴിയും. നടക്കാൻ പോകുന്നുവെന്നല്ല, നടന്നു കഴിഞ്ഞു എന്ന ഭാവത്തിൽ നമ്മുടെ ഹൃദയം നിറയണം. ആ നിറമാണ് ലോ ഓഫ് അട്രാക്ഷനിലെ മാന്ത്രിക വിദ്യ സംഭവിപ്പിക്കുന്നത്. ഒരു മുല്ലാക്കഥയിലേക്ക് വരാം നമുക്ക്. സത്യത്തിൽ മുല്ലാക്കഥകൾ നിങ്ങളെ ബോറടിപ്പിച്ചോ? നല്ല തമാശ നിറഞ്ഞ കഥകളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ തിരഞ്ഞെടുത്തത്. കൂടാതെ മുല്ലയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തമാശ നിറയും. അതുവഴി നമ്മൾ സന്തോഷമുണ്ടാകും. ആ ഫ്രീക്വൻസി നമ്മുടെ ഹൃദയ കേന്ദ്രത്തെ ഉണർവോടെ ഇരിക്കാൻ സഹായിക്കും. നമുക്കത് ആവശ്യമാണ്. ശരി, നമുക്ക് കഥയിലേക്ക് വരാം. ഒരിക്കൽ മുല്ല നസറുദ്ദീൻ വഴിയിലൂടെ കൈകൾ വായുവിൽ വീശി നൃത്തം ചെയ്ത് നടക്കുകയായിരുന്നു. ഒരാൾ ചോദിച്ചു, മുല്ല, നീ എന്തിനാണ് ഈ വിജനമായ വഴിയിൽ നൃത്തം ചെയ്യുന്നതെന്ന്? ഇവിടെ സംഗീതമില്ല, ആഘോഷവുമില്ല, പിന്നെ നീ എന്തിനാണ് നൃത്തം ചെയ്യുന്നതെന്ന്? മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുറത്ത് സംഗീതമില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വലിയ വിരുന്ന് നടക്കുന്നുണ്ട്. ഞാൻ ആ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതായും സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുന്നതായും അനുഭവിക്കുകയാണെന്ന്. എൻ്റെ ഹൃദയം ഇപ്പോൾ ആ സന്തോഷത്തിലാണെന്ന്. പുറത്തെ ഈ ലോകത്ത് അത് വരാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല, ഞാൻ അതിപ്പോൾ തന്നെ ആഘോഷിക്കുകയാണെന്ന്. അത്ഭുതമെന്ന് പറയാം, അല്പം കഴിഞ്ഞപ്പോൾ മുല്ലയെ ഒരാൾ വലിയൊരു വിരുന്നിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. മുല്ല ഇവിടെ ചെയ്തത് എന്താണെന്ന് നോക്കൂ. അയാൾ ഹൃദയത്തിൻ്റെ ഫ്രീക്വൻസിയെ ആദ്യം തന്നെ മാറ്റുകയാണ് ഉണ്ടായത്. സന്തോഷം വന്നതിന് ശേഷം ചിരിക്കുവാനല്ല, ചിരിച്ചുകൊണ്ട് സന്തോഷത്തെ വിളിച്ചു വരുത്തുവാനാണ് നമ്മെ ഇവിടെ മുല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം എന്തിലാണോ നിറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഓടിയെത്തും. നമ്മുടെ വൈബ്രേഷൻ നിമിഷ നേരം കൊണ്ട് ഉയർത്താനുള്ള ഏറ്റവും വലിയ ഉപകരണം എന്നത് കൃതജ്ഞതയാണ്. നന്ദി എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഇതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഒന്നുമില്ലാത്തപ്പോഴും പ്രപഞ്ചത്തോട് നന്ദി പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മാന്ത്രികൻ. ആ നന്ദിയുടെ തരംഗങ്ങൾ പ്രപഞ്ചത്തിലെ സമൃദ്ധിയെ മുഴുവൻ നമ്മിലേക്ക് തുറന്നു വിടും. പരാതി പറയുന്ന ഹൃദയം അടഞ്ഞ വാതിലാണ്, നന്ദി പറയുന്ന ഹൃദയം തുറന്നൊരാകാശമാണ്. ഈ നിമിഷം തന്നെ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ഈ പ്രപഞ്ചത്തോടൊരു നന്ദി പറഞ്ഞു നോക്കൂ. നിങ്ങൾക്കുള്ളിലെ വൈബ്രേഷൻ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ശരി, നമുക്ക് ഒരു ചെറിയ ഹൃദയ ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി നമ്മുടെ വലത് കൈ നമ്മുടെ ഹൃദയ കേന്ദ്രത്തിൽ മുകളിൽ വെക്കണം. കണ്ണുകളടച്ച് ശാന്തമായി ശ്വസിക്കുക. നമ്മുടെ ആഗ്രഹം സഫലമായ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ആ വലിയ സന്തോഷം ഹൃദയത്തിൽ നിറയുന്നതായി സങ്കല്പിക്കണം.
ആ സന്തോഷത്തിൻ്റെ ഊർജം നമ്മുടെ ശരീരമാകെ പടരട്ടെ. നന്ദി, നന്ദി, നന്ദി. സമയം കിട്ടുമ്പോഴല്ല, എവിടെ വെച്ചും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ അബോധ മനസ്സിലെ പഴയ ട്യൂണിങ്ങുകളെ മാറ്റി പുതിയ വൈബ്രേഷൻസുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. നമ്മൾ ബോധപൂർവം ഞാൻ ഭാഗ്യവാനാണെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും നടക്കില്ല എന്നൊരു ശബ്ദം കൂടി കേൾക്കാൻ കഴിയും. അതാണ് നമ്മുടെ അബോധ മനസ്സിലെ പഴയ ട്യൂണിങ് എന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറുമൊരു പോസിറ്റീവ് അഫർമേഷൻ അല്ല. അത് നമ്മുടെ അബോധ മനസ്സിലെ ഡിഫോൾട്ടായിട്ടുള്ള വൈബ്രേഷനെ മാറ്റുന്ന വിദ്യയാണ്. ഒരു റേഡിയോയിൽ പഴയ പാട്ട് മാറ്റി പുതിയത് കേൾക്കണമെങ്കിൽ നമ്മുടെ നോബ് തിരിച്ച് പുതിയ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യണം. നമ്മുടെ അബോധ മനസ്സിലെ ആ പഴയ നോബ് എങ്ങനെ തിരിക്കാം എന്ന് നോക്കാം നമുക്ക്. അബോധ മനസ്സിനെ കുറിച്ച് മറ്റൊരു രസകരമായ മുല്ലാ കഥയുണ്ട്. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ ഒരു പഴയ ഗ്രാമഫോൺ വാങ്ങുകയുണ്ടായി. അതിലൊരു റെക്കോർഡ് ഇട്ടാൽ എപ്പോഴും ഒരേ സങ്കടപ്പാട്ടാണ് വരുന്നത്. മുല്ലയ്ക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ആ ഗ്രാമഫോൺ തല്ലിപ്പൊളിച്ചു. എന്നിട്ടും പാട്ട് മാറുന്നില്ല. ഒരാൾ വന്ന് ചോദിച്ചു, എന്തിനാണ് മുല്ല നീ ആ യന്ത്രത്തെ തല്ലുന്നതെന്ന്. പ്രശ്നം യന്ത്രത്തിനല്ലെന്നേ, ഉള്ളിലിരിക്കുന്ന ആ കറുത്ത റെക്കോർഡിനാണ്. അത് മാറ്റി പുതിയൊരു സന്തോഷപ്പാട്ടിന്റെ റെക്കോർഡ് ഇട്ടാൽ പോരെ എന്ന് ചോദിച്ചു. മുല്ല അത്ഭുതപ്പെട്ടു. അയാൾ ആ റെക്കോർഡ് മാറ്റിയപ്പോൾ സംഗീതം മാറി. അവിടെ മുല്ലയ്ക്കൊന്ന് മനസ്സിലായി, പുറത്ത് ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഉള്ളിലെ റെക്കോർഡാണ് മാറ്റേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ അബോധ മനസ്സാണ് ആ റെക്കോർഡ്. കുട്ടിക്കാലം മുതൽ മറ്റുള്ളവർ നമ്മിൽ പതിപ്പിച്ച നിനക്ക് കഴിയില്ല, പണം തിന്മയാണ് തുടങ്ങിയ പഴയ റെക്കോർഡുകൾ ഇപ്പോഴും അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈബ്രേഷൻ മാറാതെ നമ്മുടെ ജീവിതം മാറില്ല. നമുക്കുള്ളിലെ ആ പഴയ റെക്കോർഡ് മാറ്റി ഞാൻ സമൃദ്ധിയാണ്, ഞാൻ സ്നേഹമാണെന്ന പുതിയ റെക്കോർഡ് പ്രതിഷ്ഠിക്കേണ്ട സമയമാണിത്. ഓഷോ പറയുമായിരുന്നു, നിങ്ങളിപ്പോൾ ഒരുതരം ഉറക്കത്തിലാണെന്ന്. സമൂഹം നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ദരിദ്രനാണെന്നും അശക്തനാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഹിപ്നോസിസ് കാരണമാണെന്ന് ഓഷോ പറയുന്നു. ഇതിനെ മാറ്റുവാനുള്ള ഒരേ ഒരു വഴി ഡീഹിപ്നോട്ടിസേഷൻ ആണ്. അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും രാവിലെ ഉണർന്ന ഉടനെയും നമ്മുടെ മനസ്സ് ഏറ്റവും മൃദുവായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ആഗ്രഹം സഫലമായ രീതിയിലുള്ള പോസിറ്റീവ് വാക്കുകൾ ആവർത്തിച്ച് പറയുക. അപ്പോൾ അത് നേരിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലെ റെക്കോർഡിലേക്ക് പതിയും. നമ്മുടെ പഴയ വൈബ്രേഷൻസുകൾ ഉള്ളിൽ നിന്ന് മാറുവാനും തുടങ്ങും. വലിയ വൈബ്രേഷന്റെ ശക്തി വാക്കുകൾക്കുണ്ട്. നമ്മൾ ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അവിടെ പരാജയത്തിൻ്റെ മണമുണ്ട്. എന്നാൽ ഞാനിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിജയത്തിൻ്റെ വൈബ്രേഷനാണുള്ളത്. പരാതികൾ പറയുന്ന ഓരോ നിമിഷവും നമ്മൾ പഴയ സങ്കടപ്പാട്ട് പ്ലേ ചെയ്യുകയാണ്. പകരം ഓരോ ചെറിയ വിജയത്തെയും ആഘോഷിക്കുക. ഇന്നെനിക്ക് നല്ലൊരു ചായ കിട്ടി, നന്ദി. ഇന്നൊരാൾ എന്നെ നോക്കി ചിരിച്ചു, നന്ദി. ഇത്തരം ചെറിയ ചെറിയ നന്ദികൾ നമ്മുടെ അബോധ മനസ്സിനെ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യും. വൈബ്രേഷൻ എന്നതൊരു ശീലമാണെന്നേ, അത് ബോധപൂർവം വളർത്തിയെടുക്കണം. ശരി, നമുക്കൊരു ചെറിയ ട്യൂണിംഗ് ധ്യാനത്തെ പരിചയപ്പെടാം. അതിന് കണ്ണുകളടച്ച് ശാന്തമായിരിക്കണം. നമുക്കുള്ളിലെ നെഗറ്റീവ് ചിന്തകൾ കറുത്ത പുകയായി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശേഷം പ്രപഞ്ചത്തിൽ നിന്നൊരു സുവർണ പ്രകാശം
നമ്മുടെ തലയിലൂടെ നമുക്കുള്ളിലേക്ക് വരുന്നതായി സങ്കല്പിക്കണം. ആ പ്രകാശം നമ്മുടെ അബോധ മനസ്സിലെ പഴയ റെക്കോർഡുകളെ എല്ലാം മായ്ച്ചു കളയുന്നതായി സങ്കല്പിച്ചു കൊണ്ടിരിക്കുക. ഇവയാണ് നമ്മിൽ നിന്നും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പുതിയൊരു സംഗീതമായി മാറുകയാണ്. ഞാൻ ഈ പ്രപഞ്ചമാണ്, ഞാൻ സമൃദ്ധമാണ് എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമയം ഇത് അനുഭവിച്ചതിന് ശേഷം ഒരു പുഞ്ചിരിയോടുകൂടി പതുക്കെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഏറ്റവും ഉയർന്ന വൈബ്രേഷനായ മൗനത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ അബോധ മനസ്സിലെ പഴയ ട്യൂണിങ്ങുകൾ മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ പരമമായ സത്യത്തിലേക്ക് കടക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ പലരും ചിന്തകളും വാക്കുകളും ഉപയോഗിച്ച് കഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഓഷോ പഠിപ്പിക്കുന്നത് ഏറ്റവും ശക്തമായ വൈബ്രേഷൻ മൗനമാണെന്നാണ്. നിങ്ങൾ പൂർണ്ണമായ മൗനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിലെത്തും. ആ മൗനത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടാകുന്നത്. നിങ്ങൾ ശാന്തമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങും. ആ മൗനമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്നതെന്ന് ഓഷോ പറയുകയാണ്. ഒരിക്കൽ മുല്ലാ നസറുദ്ദീൻ വലിയൊരു ചന്തയിൽ പോയി. അവിടെ എല്ലാവരും വലിയ ബഹളങ്ങൾ വെച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. മുല്ല മാത്രം ഒരിടത്ത് മിണ്ടാതെ ഇരിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചു, മുല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് കിട്ടാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ മിണ്ടാതെ ഇരിക്കുന്നതെന്ന്. മുല്ല പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് വേണ്ടത് അവർ ചോദിച്ചു വാങ്ങുകയാണ്. എന്നാൽ എനിക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തിന് നേരത്തെ അറിയാം. ഞാൻ ബഹളം വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ മറുപടി എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ മൗനമായിരിക്കുമ്പോൾ പ്രപഞ്ചം എൻ്റെ കൈപിടിച്ച് എനിക്ക് വേണ്ടതിലേക്ക് എന്നെ നയിക്കുമെന്ന്. ചോദിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് പ്രപഞ്ചത്തെ കേൾക്കുക എന്നത്. സ്നേഹമുള്ളവരെ, ലോ ഓഫ് അട്രാക്ഷനും ഇതുപോലെയാണ്. നമ്മളെപ്പോഴും എനിക്ക് അത് വേണം ഇത് വേണം എന്ന് മനസ്സിനുള്ളിൽ ബഹളം വയ്ക്കുമ്പോൾ പ്രപഞ്ചം നൽകുന്ന സൂചനകൾ നമുക്ക് കാണാൻ കഴിയില്ല. ആ ബഹളം നിർത്തി അല്പനേരം മൗനമായിരിക്കുക. ആ മൗനത്തിൽ പ്രപഞ്ചം നമ്മോട് സംവദിക്കും. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞ അവസാന രഹസ്യമിതായിരുന്നു: തത്വത്തെ അറിയുക എന്നാൽ പ്രപഞ്ചത്തിൽ ലയിക്കുക എന്നാണ്. നമ്മൾ വൈബ്രേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി വൈബ്രേഷനായി മാറുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നമ്മളായി തീരുക. അവിടെ വേർതിരിവുകളില്ല. നമ്മൾ പ്രപഞ്ചത്തോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു നർത്തകനായി മാറുക. ആ അവസ്ഥയിൽ നമ്മൾ യാതൊന്നും ആകർഷിക്കേണ്ടതില്ല. കാരണം നമ്മൾ തന്നെയാണ് സർവവും അവിടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹായാത്രയിലെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുവാൻ പോകുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ ആഴങ്ങളിലേക്ക് എന്നോടൊപ്പം സഞ്ചരിച്ച എൻ്റെ ദിവ്യബോധമായ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മൾ തുടങ്ങിയത് മനസ്സൊരു കാന്തമാണെന്നുള്ള തിരിച്ചറിവോടെയാണ്. പിന്നെ നമ്മൾ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഷയായ വൈബ്രേഷനുകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ചുള്ള ചെറിയൊരു സൂചന കൂടി നൽകി ഞാൻ താൽക്കാലികമായി ഇന്ന് വിടവാങ്ങുകയാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 3ാം കണ്ണ് ദർശനങ്ങളുടെ ശക്തി എന്ന വിഷയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ ചിത്രങ്ങളായി പ്രപഞ്ചത്തിൽ കൊത്തിവെക്കാമെന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുറച്ച് സമയം
എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളിലെ ആ പരമമായ പരമാത്മാവിനെ ഞാൻ ഒരിക്കൽ കൂടി വന്ദിക്കുകയാണ്. നന്ദി, നമസ്കാരം.